മാസിമിലിയാനോ സ്ട്രെപ്പറ്റി എന്ന നഴ്സ് മാർപ്പാപ്പയ്ക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനായിരുന്നു. പാപ്പ തന്റെ അവസാന സന്ദേശത്തിലും സ്ട്രെപ്പറ്റിയെ ചേർത്ത് പിടിച്ചിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്കിടയിലേക്ക് തന്നെ കൊണ്ടുപോയ സഹായിയോട് നന്ദി പറഞ്ഞതായിരുന്നു മാർപ്പാപ്പയുടെ അവസാന വാക്കുകളെന്ന് വത്തിക്കാൻ വെളിപ്പെടുത്തുന്നു. സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ ദിനത്തിൽ പാപ്പ 10,000-കണക്കിന് വിശ്വാസികളുടെ അടുക്കൽ പോപ്പ് മൊബൈലിൽ എത്തിയിരുന്നു. സ്ക്വയറിലേക്ക് തന്നെ കൊണ്ടുപോയതിന് സ്ട്രെപ്പറ്റിയോട് മാർപ്പാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. ആശുപത്രിവാസത്തിനു ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോൾ പോലും സ്ട്രെപ്പറ്റിയായിരുന്നു പാപ്പായ്ക്കൊപ്പം നിന്നതും മൈക്ക് പിടിച്ചുകൊടുത്തതും. 2022 ഓഗസ്റ്റ് 4-നാണ് സ്ട്രെപ്പറ്റിയെ മാർപ്പാപ്പ വ്യക്തിഗത സഹായിയായി നിയമിച്ചത്. വത്തിക്കാന്റെ മെഡിക്കൽ സംഘത്തിൽ നേരത്തെ മുതലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ജോൺ പോൾ II മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. അനുഭവസമ്പത്തും അർപ്പണബോധവും മാസിമിലിയാനോ സ്ട്രെപ്പറ്റിയെ വത്തിക്കാനിലെ വിശ്വസ്ത വ്യക്തിയാക്കി. റോമിലെ ജെമലി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ 8 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം 54 വയസ്സുള്ള നഴ്സ് 2022 മുതൽ വത്തിക്കാനിൽ ജോലി ചെയ്യുന്നു. വത്തിക്കാൻ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ നഴ്സുമാരുടെ കോർഡിനേറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ഭവനരഹിതർക്കായുള്ള വത്തിക്കാന്റെ മെഡിക്കൽ ചാരിറ്റിയിൽ സജീവ പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹം.